ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നടന്ന UPSC എക്സാമിൻ്റെ മാത്സിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ ഒരു സെക്ഷനിൽ. അപ്പോൾ എല്ലാവരും നോക്കുക. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു മാത്സ് ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 37 × 26 = 962. അങ്ങനെയാണെങ്കിൽ 39, 26 ഈ സംഖ്യകളുടെ ഗുണനഫലം കണക്കാക്കുക. ഓപ്ഷൻസ് 1014, 1040, 1034. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു ചോദ്യത്തിൽ ഒന്ന് മാറ്റി നമ്മുടെ വരാൻ പോകുന്ന പ്രിലിംസിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 39 26 കൊണ്ട് ഗുണിച്ചാൽ മാത്രം നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. 962 കിട്ടും. സാധാരണ രീതിയിൽ ഗുണിക്കുമ്പോൾ 39 26 ഗുണിക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 1014 ആണ് നമ്മളുടെ ആൻസർ. അടുത്ത ചോദ്യവും ഈസിയാണ്. P(x) 4x² - 7x + 2 എന്ന ബഹുപദത്തിൽ P(1)ൻ്റെ വില എത്ര? നമ്മൾ എക്സ് എല്ലായിടത്തും എക്സ് കാണാം, ചരമാണ് അല്ലേ. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് ഇട്ട് കൊടുക്കണം? 1 ഇട്ട് കൊടുക്കണം. P(1) എന്ന് ചോദിച്ചാൽ 2 ചോദിച്ചാൽ P(2) ഇട്ട് കൊടുക്കണം. 3 ചോദിച്ചാൽ 3 ഇട്ട് കൊടുക്കണം. 4 × 1 സ്ക്വയർ 4 -7 × 1 7 + 2. അപ്പോൾ 4ഉം 2ഉം കൂടെ കൂട്ടണം 6 -7. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് -1 ആണ്. ഓപ്ഷനിൽ -1 ഉണ്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇതും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ആൻസർ കിട്ടും. ഇനി ഒരു എണ്ണൽ സംഖ്യയുടെയും അതിൻ്റെ 3 മടങ്ങിനോട് 3 കൂട്ടിയതിൻ്റെയും ഗുണനഫലം 2070 ആണ്. സംഖ്യകൾ ഏതെല്ലാം? ഇതും സിമ്പിളാണ്. കാര്യം ഒരു എണ്ണൽ സംഖ്യ നമുക്ക് എക്സ് എന്ന് എടുക്കാം. 3 മടങ്ങെന്ന് പറയുമ്പോൾ 3x, അതിൻ്റെ കൂടെ 3 കൂട്ടുക എന്ന് വെച്ചാൽ 3x + 3. ഇത് ഗുണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഗുണനഫലം ഇത് രണ്ടിൻ്റെയും ഗുണനഫലം 270 എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഇട്ട് ചെയ്യുവാണെങ്കിൽ 3x² + 3x - 270 താഴെ കൊണ്ട്. അപ്പോൾ 3 നമുക്ക് കോമൺ ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് 3 ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ x² + x - 19 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ x - 9 x + 10 എന്ന് കിട്ടും. x എന്ന് വെച്ചാൽ x 9ഉം -10ഉമാണ്. അപ്പോൾ നമുക്ക് 9 എന്നുള്ളൊരു വാല്യൂ എടുക്കുക. പിന്നെ നമുക്ക് 3x + 3 കണ്ടുപിടിക്കണം. 3 × 9 27 + 3 30. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഓപ്ഷനിൽ നിന്ന് എഴുതാം. 270 അല്ലേ ഗുണിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ 2 സംഖ്യകളാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെ 2 സംഖ്യകൾ ഗുണിക്കുമ്പോഴാണോ 270 കിട്ടുന്നത് അതാണ് യഥാർത്ഥത്തിൽ ആൻസർ. വളരെ സിമ്പിളായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓപ്ഷനിൽ നിന്ന് മാത്രമേ എഴുതാവുള്ളൂ. ഗുണനഫലം 2 സംഖ്യകളുടെ ചോദിച്ചെങ്കിൽ ഓപ്ഷനിൽ ഗുണിച്ച് നോക്കുക, ഏതൊക്കെ സംഖ്യകൾ ഗുണിക്കുമ്പോഴാണോ 270 കിട്ടുന്നത് അതാണ് നമ്മളുടെ ആൻസർ. അടുത്ത ചോദ്യം ഇതാണ്. ചിത്രത്തിൽ OAB ഒരു സമഭുജ ത്രികോണവും O ആധാര ബിന്ദുവുമാണ്. അപ്പോൾ OA 6 സെൻറ്റിമീറ്റർ. ബിയുടെ സൂചക സംഖ്യകൾ ഏത്? ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബി മുകളിലിരിക്കുകയാണ്. ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു. കുറച്ച് കൺഫ്യൂഷനും ഡിഫിക്കൽട്ടിയൊക്കെ ഫീൽ ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ഒരു സമഭുജ ത്രികോണമായതുകൊണ്ട് എല്ലാം തന്നെ 60 ഡിഗ്രി ആണെന്ന് നമുക്ക് മനസ്സിലായി. ഒരു വശം 6 ആണെങ്കിൽ എല്ലാ വശവും 6 സെൻറ്റിമീറ്റർ ആണെന്നും മനസ്സിലായി. ഇത് നമുക്ക് ഇതിനെ നടുക്കുന്ന താഴോട്ട് വരച്ചാൽ 90 ഡിഗ്രി കിട്ടും. അപ്പോൾ ഇവിടെ എന്തായി? നമുക്കൊരു പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. 90 ഡിഗ്രി ഒരു കോണളവ് 2 സൈഡ്. അപ്പോൾ ഒരു 6ൻ്റെ നടുക്കോട്ട് വരയ്ക്കുമ്പോൾ 3 സെൻറ്റിമീറ്റർ വീതമാണ് ആകുന്നത്. അപ്പോൾ ഒരു സൈഡ് 3 ആണ്, ഒരു സൈഡ് 6 ആണ്, മറ്റേ സൈഡും എത്ര ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് പൈതഗോറസ് തിയറം കർണം സ്ക്വയർ = പാദം സ്ക്വയർ + ലംബം സ്ക്വയർ. നമുക്കിവിടെ കർണം സ്ക്വയർ ആണ് തന്നേക്കുന്നത് 6, പാദം സ്ക്വയർ ഉണ്ട്, നമുക്ക് ലംബം സ്ക്വയർ കണ്ടുപിടിക്കണം. 6² - 3² x² ആണ്. 6² എന്ന് പറയുമ്പോൾ 36 - 9 x² ആണ്. അപ്പോൾ 27 √27x. 27നെ നമുക്ക് LCM പോലെ ഘടകങ്ങളാക്കുമ്പോൾ 3 നമുക്കറിയാം 3³ ആണ് 27. അപ്പോൾ 3 പുറത്തെടുക്കാം, റൂട്ടിൽ √3 വരും. 3 √3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു സൈഡ് 3 √3 എന്ന് കിട്ടി. ഇത് 3 സെൻറ്റിമീറ്റർ ആണ്. 3 എന്ന് പറയുന്നത് ആദ്യമേ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. നേരെ ഒരു വര വരച്ചാൽ അത് 3 സെൻറ്റിമീറ്റർ പകുതി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ 3, 3 √3. അപ്പോൾ നമ്മുടെ ഓപ്ഷനിലുണ്ട്, നമുക്ക് ആൻസർ കിട്ടി. ഒരു അർദ്ധഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് 360 π ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇതേ ആരമുള്ള ഒരു ഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്? ഇവിടെ നമുക്കൊരു റേഷ്യോ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പറ്റുന്നത്. 3:4 എന്നാണ് റേഷ്യോ. അപ്പോൾ ഗോളം എടുക്കുവാണെങ്കിൽ ഗോളം 4:3 എന്നുള്ള രീതിയിൽ എടുക്കണം. ഗോളം അർദ്ധഗോളം. അപ്പോൾ 3x 360 π ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. 360 π/3. ആ വാല്യൂ നമുക്ക് 4xൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ 360 π/3 ആണ് x × 4. അപ്പോൾ നമുക്ക് 120 π × 4. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 480 π എന്ന് കിട്ടും. അപ്പോൾ ഇതൊരു റേഷ്യോ ബേസ്ഡ് ആണ് ചെയ്യുന്നത്. ഇനി ഇതേ മോഡലിൽ വ്യാപ്തമാണ് ചോദിക്കുന്നതെങ്കിൽ റേഷ്യോ ഉണ്ട് 2:1.
A33, B62, C95 എന്നിവ ഒരു സാമാന്തരികത്തിൻ്റെ തുടർച്ചയായ 3 മൂലകളുടെ സൂചക സംഖ്യകളാണ്. നാലാമത്തെ മൂലയുടെ സൂചക സംഖ്യകൾ എഴുതുക. 3 എന്ന് പറയുമ്പോൾ 3x 3y. 6 എന്ന് ഉദ്ദേശിക്കുന്നത് 6 ആണ് x, 2 ആണ് y. അപ്പോൾ ഇവിടെ സാമാന്തരികം നമ്മൾ അതുപോലെ വരച്ചെടുക്കുക. ABCD ഓർഡറിൽ പോകണം. അപ്പോൾ A3 6, അടുത്തത് 9. ബിയും എയും കൂടെ നമ്മൾ നോക്കി. 3 6. അപ്പോൾ ബി 6 ആണ്, A3 അപ്പോൾ ഡി എന്ന് പറയുന്നത് 6 ആയിരിക്കും. കുറയ്ക്കുക. അപ്പോൾ എയും ഡിയും തമ്മിലാണ് റിലേഷൻ. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നു? അവിടെ 6 എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 3ഉം 2ഉം ആണ് വന്നേക്കുന്നത്. അപ്പോൾ അപ്പുറത്ത് 5 ആണെങ്കിൽ 1 കൂട്ടുന്നു 6 ആയിരിക്കും. അപ്പോൾ ഡി കോർഡിനേറ്റിന് നമുക്ക് ആൻസർ കിട്ടി 6 6 എന്നാണ് നമ്മളുടെ ആൻസർ. ത്രികോണം ABC-യുടെ 3 മൂലകളും വൃത്തത്തെ തൊടുന്നു. AB ഒരു വ്യാസമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ കോൺ സിയുടെ അളവ് ഏതാണ്? അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ABC എന്നൊരു കോൺ വരച്ചു കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു അർദ്ധവൃത്തമാണ്. അർദ്ധവൃത്തത്തിനുള്ളിലെ കോണളവ് 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ആൻസർ കോണളവ് സി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. എപ്പോൾ ഇങ്ങനെ ചോദിച്ചാലും അർദ്ധവൃത്തമാണെങ്കിൽ കോണളവ് 90 ഡിഗ്രി. അടുത്ത ചോദ്യം ഇതാണ്. ചിത്രത്തിൽ ABCD എന്ന സമചതുരത്തിൻ്റെ 4 മൂലകളിലൂടെയും വൃത്തം കടന്നു പോകുന്നു. AC 10 സെൻറ്റിമീറ്റർ ആണ്. ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് സമചതുരത്തിലാകാനുള്ള സാധ്യത എത്ര? ഇതൊരു പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ്. ഇത്തരം ചോദ്യങ്ങൾ സാധാരണ കണ്ടുവരുന്നത് റെയിൽവേയുടെ എക്സാംസിനാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ കേരള PSCയിൽ വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇവിടെ വ്യാസം AC = 10 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വ്യാസമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ ഒരു വൃത്തവുമുണ്ട്, ഒരു സ്ക്വയറും ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ആദ്യം വേണ്ടത് വൃത്തത്തിൻ്റെ ഏരിയ കാണണം, സ്ക്വയറിൻ്റെ ഏരിയ കാണണം. അപ്പോൾ ഇവിടെ ചെയ്യുക എന്ന് പറയുന്നത് ഏരിയ ഓഫ് സ്ക്വയർ ബൈ ഏരിയ ഓഫ് സർക്കിൾ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സ്ക്വയറിൻ്റെ ഏരിയ കാണാൻ നമുക്ക് ആകെ ഉള്ളത് ഇവിടെ വ്യാസമാണ്. അപ്പോൾ D²/2 ആണ് ഏരിയ സ്ക്വയറിൻ്റെത്. 10ൻ്റെ സ്ക്വയർ ബൈ 2 100/2 50 സെൻറ്റിമീറ്റർ സ്ക്വയർ. സർക്കിളിൻ്റെ സ്ക്വയർ കാണാൻ നമുക്കറിയാം, ഏരിയ കാണാൻ വിസ്തീർണം കാണാൻ πr² ആണ്. 6 D/2 ആണല്ലോ, ഡയമീറ്റർ ആണ് തന്നേക്കുന്നത്. വ്യാസം ബൈ 2 ആണ്. 10/2 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ ബൈ ഏരിയ ഓഫ് സർക്കിൾ ചെയ്യുമ്പം 50 സെൻറ്റിമീറ്റർ സ്ക്വയർ നമുക്ക് സ്ക്വയറിൻ്റെ കിട്ടി. 25 പൈ എന്ന് നമുക്ക് സർക്കിളിന് കിട്ടി. അപ്പോൾ നമ്മളുടെ ആൻസർ 2/π ആണ് നമുക്ക് ഏരിയ എന്ന് കിട്ടുന്നത്. ഇതിന് ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2/π ആണ്. 1 + 2 + 3 + etc. + 100 = 5050 എങ്കിൽ 3 + 6 + 9 + etc. 300ൻ്റെ വില കണക്കാക്കുക. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് മനസ്സിലായി എണ്ണൽ സംഖ്യ 50 സാധാരണ എണ്ണൽ സംഖ്യയുടെ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. നമ്മൾ n × n + 1/2 കണ്ടുപിടിച്ചിട്ട് 5050 എന്ന് എഴുതാറുണ്ട്. അപ്പോൾ ഇവിടെ ഇത് തന്നു ആൻസർ. അടുത്തതാണ് കാണേണ്ടത്. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്ത് ചോദിച്ചേക്കുവാണ്. നമുക്ക് ആൻസറിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണിത്. ഇത് ചെയ്യാൻ നമ്മൾ ആദ്യം ഞാൻ കാണിച്ചേക്കുന്ന n × n + 1/2. അപ്പോൾ 100 എണ്ണൽ സംഖ്യ 100 101/2 അങ്ങനെയാണ് 5050 കിട്ടിയതെന്നാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചിരിക്കുന്നത്. സാധാരണ ഈ ഒരു ചോദ്യം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് ആദ്യം എങ്ങനെ കിട്ടി എന്നുള്ളത് ആൻസറാണ് തന്നേക്കുന്നത്. ഇനി നമ്മൾ ഈ ചോദ്യത്തിൽ ചെയ്യേണ്ടത് 3 + 6 + 9 etc. + 300 എന്നാണ്. 3 കോമൺ എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 1 + 2 + etc. 100 എന്ന് കിട്ടും. തന്നിരിക്കുന്ന സാധനം കിട്ടി. അപ്പോൾ 5050 അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ആൻസർ എന്ത് കിട്ടി? 15150 എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ. സ്റ്റെപ്പ് 3 കൊണ്ട് അത് ഗുണിച്ചാൽ മതിയായിരുന്നു. അടുത്ത ചോദ്യം ഇതാണ്. ഇതൊരു ഗ്രാഫൊക്കെ തന്ന് നമ്മുടെ സമയം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഉയരം കുറേ സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. 135 137 ഇങ്ങനെ അടുപ്പിച്ച് തന്നേക്കുന്നു. കുട്ടികളുടെ എണ്ണം 8 11 15 7 5 3 എന്നൊക്കെ തന്നിരിക്കുന്നു. സാങ്കല്പിക പ്രകാരം മധ്യമ ഉയരം എത്രാമത്തെ കുട്ടിയുടെ ഉയരമാണ് എന്നാണ് ചോദ്യം. ഇതൊരു കൺഫ്യൂഷൻ പോലെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണ നമുക്ക് ചോദിക്കുന്നത് ആവറേജ് കാണാനാണ്. ശരാശരി കാണാൻ പറയുമ്പോഴത്തേക്ക് ഗുണിച്ച് എല്ലാം കൂടെ കൂട്ടി ഹരിച്ചൊക്കെ ചെയ്യണം. പക്ഷെ ഇവിടെ അതൊന്നും വേണ്ട. മാധ്യമം, മിഡിൽ ടേം. മധ്യമം എന്ന് പറയുന്നത് എന്താണ്? മിഡിൽ ടേം ആണ് ശരാശരി. കുറേ സംഖ്യകൾ എഴുതി വെച്ചാൽ ആരോഹണ ക്രമത്തിൽ എഴുതുന്നു, അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിൽ ചെറുതിൽ നിന്ന് വലുതിൽ നിന്ന് ചെറുതോട്ടോ എഴുതുന്നു. എന്നിട്ട് മിഡിൽ വരുന്നതാണ് നമ്മൾ മാധ്യമമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ മിഡിൽ ടേം ചോദിച്ചതുകൊണ്ട് കുട്ടികളുടെ എണ്ണം എല്ലാം കൂടെ നമ്മൾ കൂട്ടി 49 കുട്ടികളുണ്ട് എന്ന് മനസ്സിലാക്കി. ടോട്ടൽ കുട്ടികൾ 49 എങ്കിൽ നടുക്ക് വരുന്ന ടേം എന്താണ്? 25 ആയിരിക്കും നമ്മളുടെ മിഡിൽ ടേം. ഇപ്പുറത്തോട്ട് 24 ഉണ്ട്, അപ്പുറത്തോട്ട് 24 ഉണ്ട്. നടുക്ക് വരുന്ന ആ കുട്ടി 25ാമത്തെ കുട്ടിയാണ് നടുക്ക് വരുന്നത്. മാധ്യമം അല്ലെങ്കിൽ മിഡിൽ ടേം എന്ന് പറയുന്നത് 25 ആണ്. അങ്ങനെ നമ്മൾ UPSCയുടെ 10 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു.
അപ്പോൾ ഇതിനകത്ത് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, ഈസി ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു എക്സാം ഹാളിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഒന്ന് പേടിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു രീതിയാണ് നമ്മളെ കുട്ടികളുടെ ആ ഒരു പേടിപ്പെടുത്തി അവരെ തെറ്റിക്കേണ്ട രീതിയിലാണ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ടൈം കൺസ്യൂം ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സാധാരണ കണ്ടുവരുന്നതിൽ നിന്ന് ഒന്ന് മാറ്റിപ്പിടിച്ച രീതിയുമാണ് PSC മാത്സിൽ എടുത്തിരിക്കുന്നത്. UPSC സാധാരണ ഒരു കുറച്ച് ട്രിക്കി, കുറച്ച് ഡിഫിക്കൽട്ടായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ട് പ്രിലിംസിനും നമ്മുടെ LGS 10th ലെവൽ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് പേടിക്കേണ്ട കാര്യമില്ല. എങ്കിലും നമ്മൾ ജോമെട്രി ഇങ്ങനത്തെ സെക്ഷൻസ് ഒക്കെ നന്നായിട്ടൊന്ന് നോക്കണം. എങ്കിൽ മാത്രം നമുക്ക് ഉയർന്ന റാങ്കിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം ബൈ.